ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് jQuery ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ attr എന്ന മെത്തേഡിനെ കുറിച്ചാണ്. ഇത് നമ്മൾ jQueryയിൽ ഉപയോഗിക്കുന്നത് ഒരു മെത്തേഡിൻ്റെ അല്ലെങ്കിൽ ഈ jQuery ആട്രിബ്യൂട്ട്സ് എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത് ഒരു ആട്രിബ്യൂട്ട്സിൻ്റെ വാല്യൂവോ അതല്ലെങ്കിൽ ആ എലമെൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു എലമെൻസിൻ്റെ ആട്രിബ്യൂട്ട്സ് അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട വാല്യൂസുകളൊക്കെ നമുക്ക് ഗെറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അതായത് റിട്ടേൺ ചെയ്തെടുക്കാനും അതായത് അതിൻ്റെ വാല്യൂ ഒക്കെ നമുക്ക് ആക്സസ് ചെയ്തെടുക്കാനും അതേപോലെ ഏതെങ്കിലും ഒരു പ്രത്യേകം എലമെൻസിന് അല്ലെങ്കിൽ ടാഗുകൾക്ക് നമുക്ക് വേണ്ട വാല്യൂസുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ jQuery ആട്രിബ്യൂട്ട്സ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മളൊരു ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ വിഡ്ത്തോ ഹൈറ്റോ അതല്ലെങ്കിൽ കളറോ അങ്ങനെ എന്തെങ്കിലും അഡീഷനായിട്ട് നമ്മൾ എന്തെങ്കിലും ആട്രിബ്യൂട്ട്സുകൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിലേക്ക് നമുക്ക് വേണ്ട അഡീഷനായിട്ട് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ അതിൽ ഇപ്പോൾ എന്താണോ വിവരം അത് നമുക്ക് ആക്സസ് ചെയ്തെടുക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് jQuery attr എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. എന്നിട്ട് അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ആൾറെഡി ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഒരു കോഡ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോഡ് എന്താണെന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആദ്യം തന്നെ ഇത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാം എന്ന് വിചാരിക്കുന്നു. jQuery എന്ന ടാഗ് വർക്ക് ചെയ്യാൻ വേണ്ടി അതിൻ്റെ CMD അതായത് നമുക്ക് ഓൺലൈനിൽ വെച്ചിട്ട് തന്നെ ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനൊരു കമാൻഡ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ലൈൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് jQuery ഓപ്പൺ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ സാധാരണ jQueryയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഫംഗ്ഷനായ document.ready ഫംഗ്ഷൻ എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നേരെ നമുക്കിതിൻ്റെ HTMLലേക്ക് കടക്കാം. ഇവിടെ നമ്മളൊരു ഇമേജ് ടാഗ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഇമേജ് ടാഗിൻ്റെ ഉള്ളിൽ സോഴ്സ് എന്ന് പറയുന്നത് 3.jpeg എന്ന ഇമേജാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ പേരിൽ നിങ്ങളുടെ ഫോൾഡറിൽ ആ ഫയൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഞാനിവിടെ വന്ന് 3.jpeg എന്ന പേരിൽ ഇവിടെ ഒരു ഫയലുണ്ട്. ആ ഫയലാണ് ഞാനിവിടെ ആക്സസ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനൊരു ആൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മുടെ ഈ ഇമേജ് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് താൽക്കാലികമായിട്ടൊരു ടെക്സ്റ്റ് നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ വിഡ്ത്ത് എത്രയാണോ അതേപോലെ ഹൈറ്റ് എത്രയാണോ വേണ്ടത് അതും നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ നേരെ താഴെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടൻ്റെ ഉള്ളിൽ ഒരു ടെക്സ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് സെറ്റ് ദ വിഡ്ത്ത് ആട്രിബ്യൂട്ട്സ് ഓഫ് ഇമേജ്. ഇമേജിന് നമുക്ക് എന്ത് ചെയ്യണം, വിഡ്ത്ത് എന്നുള്ളൊരു ആട്രിബ്യൂട്ട്സ് സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് റൺ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് ഈ രൂപത്തിലൊരു ഔട്ട്പുട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ ഇമേജ് ഇവിടെ വരുന്നുണ്ട്, അതിനൊരു ബട്ടണും നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനിയാണ് jQueryയിലെ ആട്രിബ്യൂട്ട്സ് എന്ന ഫംഗ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ജസ്റ്റ് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ jQueryയിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇമേജ് എന്ന് പറയുന്നത് ഈ ടാഗിൻ്റെ പേരാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഡോട്ട് ആട്രിബ്യൂട്ട്സ്, അതിന് എന്ത് ചെയ്യണം, ഏത് ആട്രിബ്യൂട്ട്സ് സെറ്റ് ചെയ്യണം, ഇതിൻ്റെ വിഡ്ത്ത് എത്രയാണോ 500 ആക്കി മാറ്റി കൊടുക്കണം. ഇതിൻ്റെ ആക്ച്വലി ഇപ്പോൾ ഉള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 284 അതുകൊണ്ടാണ് ഈ ഇമേജ് ഇത്ര വിഡ്ത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി ഈ വിഡ്ത്ത് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇമാജിന് പുതിയൊരു വിഡ്ത്ത് ഈ വിഡ്ത്തായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പേജ് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ജസ്റ്റ് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ഇമാജിൻ്റെ വിഡ്ത്ത് നമുക്കിതുപോലെ ഇൻക്രീസ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ചെറിയൊരു jQueryയിൽ വരുന്നൊരു ചെറിയൊരു ഫയലാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. എങ്ങനെ നമുക്കൊരു ഇമാജിന് ആട്രിബ്യൂട്ട്സ് എന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് jQueryയിൽ വർക്ക് ചെയ്യിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഏതെങ്കിലും കോഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈൻസ് നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ ഇവിടുത്തെ ഈ ലൈൻ നമ്പർ നോക്കിയിട്ട് ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.